സെക്കൻഡ് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഒരു അപ്പർ ലിവിങ് ഏരിയ ചെറിയൊരു സ്പേസാണ്. അവിടെ നമ്മളങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു പാസേജ് പോലെ ആക്ട് ചെയ്യുന്ന സ്പേസാണ്. അവിടെ നിന്നാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കുള്ള ബാൽക്കണിക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്പേസ് ആയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ പോലെ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂം ഇതാണ്. ഒരു ലൈറ്റ് പർപ്പിൾ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഈവൻ വാർഡ്രോബ്സ് ആണെങ്കിലും ബെഡ്ഷീറ്റ്സ് അതിൻ്റെ ഹെഡ് ബോർഡിലുള്ള ഒരു വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കളർ തീമിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ഒരു ബെഡ്റൂമിൽ ഒരു വൈറ്റ് ബ്രൗൺ തീമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈവൻ ഡെക്കോർസ് ആണെങ്കിൽ പോലും ബെഡ്റൂംസിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.